പ്രിയ സഹോദരിമാരെ നമസ്കാരം. എൻ്റെ പേര് ജയരാജൻ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പോരായ്മകളുണ്ടാകും. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടായാൽ സദയം ക്ഷമിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജനിച്ചു വളർന്ന മണതിരി പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ആര്യാട് നോർത്ത് കോളനിയിൽ ഈ അടുത്ത കാലത്ത് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കിയ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി എന്ന അഴിമതി പദ്ധതിയെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാനാണ്. ഈ പദ്ധതി 1 കോടി രൂപയുടെ പദ്ധതിയാണ്. ജില്ലാ പട്ടികജാതി വികസന വകുപ്പാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നത്. ഈ 1 കോടി രൂപയുടെ പദ്ധതി അവിടെ നടപ്പിലാക്കുന്നത് വീട് മെയിൻ്റനൻസിങ്, കുടിവെള്ള പദ്ധതി, കമ്മ്യൂണിറ്റി ഹാള്, അങ്ങനെ വിവിധങ്ങളായ കോളനി നിവാസികൾക്ക് ആവശ്യമായ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി അവിടെ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്, പദ്ധതി അവിടെ നടപ്പിലാക്കുന്നത് നിർമ്മിതിയാണ്. ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് നിർമ്മിതിക്കാണ് ഈ പദ്ധതി അവിടെ നടപ്പിലാക്കാനായിട്ടുള്ള കരാർ ചെയ്തിരിക്കുന്നത്. അഴിമതിയുടെ ആരംഭം അവിടെ തന്നെ തുടങ്ങുന്നു. കാരണം ഞാനൊരു വിവരാവകാശ രേഖ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് വിവരാവകാശ രേഖ. അപ്പോൾ ഇതിൽ ഞാനൊരു 10-20 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന് നടത്തിപ്പുകാരായി മറ്റേതെങ്കിലും സബ് കോൺട്രാക്ടർമാരുണ്ടോ എന്നൊരു ചോദ്യത്തിന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ തന്ന മറുപടി ഇല്ല എന്നായിരുന്നു. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് നിർമ്മിതിയുടെ സബ് എടുത്ത ഒരു കോൺട്രാക്ടർ അവിടെ കോളനിയിലെ വർക്കുകളെല്ലാം ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു. അത് കോളനി കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ്. അതായത് ഇത് നടപ്പിലാകേണ്ടത് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് നിർമ്മിതിക്ക് നിർമ്മാണ ചുമതല കൊടുത്തു. നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതിക്ക് നിർമ്മിതി എന്ത് ചെയ്തു? അവരൊരു സബ് കോൺട്രാക്ടറെ നിയമവിരുദ്ധമായി അവർ നിയമിച്ചു. അവരവിടെ വർക്ക് എടുപ്പിച്ചു. ഇപ്പോൾ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് 45 ലക്ഷത്തോളം രൂപ ബില്ലിനത്തിൽ കരാറുകാരൻ പാസാക്കി എടുത്തു, പൈസ മേടിച്ചു, 40 ലക്ഷം രൂപ മേടിച്ചു. എന്നാൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു 25 ലക്ഷം രൂപയുടെ അടുത്ത് പോലും കോളനിയിൽ വർക്ക് നടന്നിട്ടില്ല. ഇപ്പോഴും ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഉപഭോക്താവിനും കൃത്യമായ ഒരു ജീവിത സാഹചര്യങ്ങൾ മാറ്റാൻ, അല്ലെങ്കിൽ അവൻ്റെ വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ പോരായ്മകൾ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണവും ഒരു പദ്ധതി നടത്തിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗുണവും അയാൾക്കുണ്ടായിട്ടില്ല. അത് നമുക്ക് സാധാരണ ഒരാൾക്ക് കണ്ടാൽ ബോധ്യപ്പെടുന്നതാണ്. ഒരു ചെറിയ കുളം, ഏകദേശം ഒരു 4 മീറ്റർ വീതിയും ഒരു 5 മീറ്റർ വീതിയുമുള്ള ഒരു കുളം, അത് നിർമ്മിച്ചതിന്, ആ കുളം ഉണ്ടായിരുന്നതിന് കല്ല് കെട്ടിയതിന് 7 ലക്ഷം രൂപയാണ് നമ്മുടെ വിവരാവകാശ രേഖയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കുളം, അത് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുളമാണ്. അത് പൊതുകുളം എന്ന പേരിലാണ് ചെയ്തിരിക്കുന്നത്. 7 ലക്ഷം രൂപ. അപ്പോഴും കക്കൂസും കുളിമുറിയും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളില്ലാത്ത, അതുപോലെ തന്നെ പടികൾ ചവിട്ടി വീട്ടിലോട്ട് കയറാൻ പറ്റാൻ കഴിയാത്ത വീടുകൾ ഇപ്പോഴും അവിടെ ശേഷിക്കുന്നു. മേൽക്കൂര ഉറപ്പില്ല. അതോടൊപ്പം തന്നെ സിമന്റ് തിണ്ണ അതിട്ടിട്ടില്ല.
ഇപ്പോഴും വേലിപ്പത്തലും ഷീറ്റ് മറയും ഉപയോഗിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾ പല വീടുകളും നിർവഹിക്കുന്നത്. അപ്പോൾ ഈ കോളനി നവീകരണം എന്ന് പറയുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് അധികാരികൾ അങ്ങനെ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ അത് എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. കോളനിയുടെ മുഖം മാറ്റുന്നതിന് പകരം ഒരു കുളം, അതും ഒരു ക്ഷേത്രത്തിന്റെ കുളം നവീകരിച്ചതുകൊണ്ട് കോളനിയുടെ മുഖം എങ്ങനെയാണ് മാറുന്നത്? 7 ലക്ഷം രൂപ അവിടെ തൊലഞ്ഞു പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം അത് ഈ പറഞ്ഞ പോലെ ഏതൊരാൾക്കും അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും കാണുമ്പോൾ അറിയാം അത് ചെറിയ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സംവിധാനമാണ്. ചെയ്യുന്ന തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പോഴും സാധാരണക്കാരന്റെ ജീവിതത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങളും അവന്റെ അവന്റെ പാർപ്പിടം സംബന്ധമായ പ്രശ്നങ്ങളും അവിടെ കിടക്കുകയാണ്. മുമ്പ് ഒരു തവണ ഇതുപോലെ തന്നെ ഒരു RO പ്ലാന്റ് കൊണ്ടുവന്നു. അതും ജില്ലാ പഞ്ചായത്ത് ആണ് അത് കൊണ്ടുവന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഒരു RO പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് സാധന സാമഗ്രികൾ ഇറക്കി വെച്ചു. ഒരു അടിത്തറ കെട്ടി. കുറെ നാൾ അത് അവിടെ കിടന്നു. അത് ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ അവന്റെ ശേഷിപ്പായിട്ട് ഒരു ടാങ്ക്, ഒരു 2500-3000 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് അവിടെ ശേഷിക്കുന്നുണ്ട് കോളനിയിൽ. അതിക്ക് മുന്നേ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കോളനി പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ ഗ്രാവൽ വിരിക്കുന്ന ഒരു പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് വന്നു. ആ ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം അത് നമ്മുടെ അറിവ് ആ ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെയാണ്, അദ്ദേഹത്തിന്റെ ബിനാമി തന്നെയാണ് ആ പദ്ധതി നടത്താനായിട്ട് കോൺട്രാക്ട് എടുത്തത്. അപ്പൊ അങ്ങനെ കരാറെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് കോളനിയുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായിട്ട് വെട്ടുപൂഴി കൊണ്ടിറക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ വെട്ടുപൂഴി ഇറക്കി കോളനി എല്ലാ പ്രദേശത്തും വെട്ടുപൂഴി ഇറക്കി. ഇപ്പോൾ ഒരു മഴ പെയ്താൽ മുറ്റത്ത് കാല് വെച്ചാൽ നേരെ റോട്ടിൽ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പല പ്രായമായിട്ടുള്ളവരുടെയും കുട്ടികളുടെയും കൈയും കാലും ഒക്കെ ഒടിഞ്ഞു. കാരണം വെള്ളം ഇറങ്ങത്തില്ല. ഗ്രാവലാണെങ്കിലേ വെള്ളം ഇറങ്ങത്തുള്ളൂ. വെട്ടുപൂഴിയിൽ എങ്ങനെ വെള്ളം ഇറങ്ങുന്നത്? അങ്ങനെ ആ വെട്ടുപൂഴിയും ഗ്രാവലും തമ്മിൽ ലോഡ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യത്യാസത്തിന് തുകയുടെ വ്യത്യാസമുണ്ട്. അങ്ങനെ അഴിമതി നടത്തി. അപ്പോഴൊക്കെ ഞങ്ങൾ കുട്ടികളാണ്. അന്നൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ അഴിമതിയുടെ തുടക്കം എന്ന നിലയിൽ, അതിന്റെ ഒരു പരിണിത ഫലം എന്ന നിലയിൽ കോളനിയിൽ ഏകദേശം 32ഓളം കിണറുകളുണ്ടായിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുളിക്കുകയും തുണിയലക്കാൻ എടുക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ല കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കിണറിനെ ആശ്രയിച്ചായിരുന്നു. ബോർവെല്ലുണ്ടെങ്കിൽ തന്നെ കിണർ വെള്ളത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഈ വെട്ടുപൂഴിയിട്ട് മഴ പെയ്ത് വെള്ളം വെട്ടുപൂഴിയുടെ മുകളിൽ കിടക്കുകയും അത് കിണറിന്റെ റിങ്ങിന്റെ ഇടയിൽ കൂടി കിണറ്റിലോട്ട് വീഴുകയും ഇപ്പോൾ ആ കിണറ്റിലെ കഴിഞ്ഞ ഒരു 10-15 വർഷമായി ഈ പറയുന്ന കിണറുകളെല്ലാം കൊതുകുകൾ വളരുന്ന കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ഏതൊരു പൊതുപ്രവർത്തകനും അവിടെ വന്ന് കണ്ടാൽ ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്താൻ വേണ്ടി പദ്ധതി പ്രഖ്യാപിക്കുക, ആ അഴിമതി നടത്താനായിട്ട് കോളനിയിൽ തന്നെയുള്ള ചില ആളുകളെ കൂട്ടുപിടിക്കുക, അവരെ കയ്യിലെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള അഴിമതികൾ നടത്താനായിട്ട് ഒരു പറ്റം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ പദ്ധതിയുടെ പിന്നിൽ ജില്ലാ കളക്ടർ പോലും ഈ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് എൻ്റെ അറിവ്, നമുക്കറിയാൻ കഴിഞ്ഞത്. കാര്യം ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ജില്ലാ പഞ്ചായത്താണ് അവരുടെ പ്രതിനിധി ഉണ്ട്, സ്ഥലം MLA ഉണ്ട്, ജില്ലാ കളക്ടറുണ്ട്. ഇവരുടെ ഒരു കമ്മിറ്റിയാണ് നിലവിൽ ഇത്തരം ഒരു പദ്ധതി രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ യോഗം ചേർന്നത്. അപ്പൊ ഈ അഴിമതി നടത്തുമ്പോൾ ഇവരെല്ലാം മൗനമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കോളനിവാസികൾ ഒന്നടങ്കം ഇലക്ഷൻ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഈ വോട്ടവകാശം എന്ന് പറയുന്നതിന്റെ ചരിത്രം പരിശോധിച്ച് തന്നെ നമുക്കറിയാം. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ള ഒരു മഹത്തായ
ഒരു ആശയവും പ്രക്രിയയുമാണ് ജനാധിപത്യത്തിൽ പങ്കുചേരാനുള്ള ഒരു സാധാരണക്കാരന്റെയും ഒരു കീഴാള ജനതയുടെയും ഒക്കെ ഒരു അവകാശമാണ് ഈ വോട്ടവകാശം എന്നത്. അത് ശരിയായി തന്നെ വിനിയോഗിക്കുക തന്നെ വേണം. നീതിന്യായ നിർവഹണത്തിൽ പങ്കാളിയാകാനാണ് നമുക്ക് വോട്ടവകാശം തന്നിരിക്കുന്നത്. അത് ചെയ്യരുതെന്ന് പറയാൻ ആർക്കും അവകാശവുമില്ല. അത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാനും കഴിയില്ല. ഇവിടെ തെറ്റ് ചെയ്ത പക്ഷമുണ്ട്. ആ പക്ഷത്തിനെതിരെ ഒരു നിലപാടെടുക്കാനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ആ നിലപാട് നമ്മൾ വോട്ടായി രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. കാരണം വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ AN കോളനി നടന്നുകൊണ്ടിരിക്കുന്നത്. കോളനിക്ക് പുറത്തു നിന്നുള്ള ആളുകളെ പോലും ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേതായാലും ഈ കോളനി കമ്മിറ്റി അറിയാതെ നടക്കത്തില്ലല്ലോ. അല്ലെ പിന്നെ അവരെങ്ങനെ പദ്ധതിയുടെ ഭാഗമായി? കോളനി നവീകരണം എന്ന് പറയുമ്പോൾ കോളനിക്ക് 4 അതിരുകളുണ്ട്. ആ അതിരുകൾക്ക് ഇടയിലുള്ള ആളുകളെ വേണ്ടേ, അല്ലെങ്കിൽ അതിനുള്ളിൽ നിൽക്കുന്ന ആളുകളുടെ ക്ഷേമത്തിനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റുന്നതിനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ആയിരിക്കേണ്ടേ പദ്ധതി നടപ്പിലാക്കേണ്ടത്? പിന്നെ ഈ പദ്ധതി എങ്ങനെ കോളനിക്ക് പുറത്തോട്ട് പോയി? ഇതൊക്കെ വിവരാവകാശ രേഖയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിനാരാ ഉത്തരവാദി? അപ്പൊ ഇപ്പോൾ ഇത് പൊതുജനം ശ്രദ്ധിക്കുന്നു, ഇത് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകും എന്ന് ബോധ്യപ്പെട്ട് ആ ബോധ്യപ്പെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കാണുന്ന ഈ മുന്നേറ്റങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഴിമതി ഇവിടെ അവസാനിക്കേണ്ടതുണ്ട്. ഈ അഴിമതി നടത്തിയതിൽ അധികാരികൾക്ക് പങ്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഭരിക്കുന്ന ആ കൂട്ടർക്കും കൃത്യമായി ഇതിൻ്റെ അകത്ത് ഇടമുണ്ട്. അവരൊന്നും അറിയാതെ കൊണ്ട് ഇത്ര ലക്ഷങ്ങളുടെ അഴിമതി അവിടെ ഈ പദ്ധതി അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിലൂടെ അവിടെ നടക്കില്ല. അവരെല്ലാം മൗനവുമാണ്. കാരണം പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഒന്ന് ഇടപെടൽ നടത്തിക്കൊണ്ട് ആ പദ്ധതി നിർത്തിവെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയും അതിൽ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്യേണ്ട ആ ചുമതലയുള്ള, അതിന് കപ്പാസിറ്റിയുള്ള ആളുകൾ ഇപ്പം മാറി നിൽക്കുകയാണ്. ആ മാറി നിൽക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർക്കും ഇതിൻ്റെ അകത്ത് റോളുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. വിഘടിച്ച് നിൽക്കുന്ന കോളനിവാസികൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ശക്തമായ ഒരു പ്രതിഷേധം സംസ്ഥാന പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ പട്ടികജാതി കേന്ദ്രത്തിലേക്കും ഒക്കെ നമുക്ക് പരാതി കൊടുത്തുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഇനിയും ഒരാൾ ഇത്തരത്തിലുള്ള നെറുകേടുമായി ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാരവർഗമോ ഈ ദളിത് കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടിയുള്ള പണി നമ്മൾ എടുക്കണം. ചാഞ്ഞമരം പോലെ ആർക്കും വന്ന് കയറാവുന്ന ഒരു സ്ഥിതിയാണ് ഈ ദളിത് കോളനികൾ എന്നൊരു ധാരണയുണ്ട്. അല്ലെങ്കിൽ അതിന് ബലം കൊടുക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് ബദലായി ഇനി ഒരാളും അഴിമതിയുടെ പേരിൽ ഇത്തരം സ്ഥലങ്ങളിലോട്ട് പാവപ്പെട്ടവന്റെ അവന് കിട്ടുന്ന നക്കാപ്പച്ചയിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് സുഖമായി ജീവിക്കാനായിട്ട് ഒരു അധികാരവർഗവും ഇനി മുന്നോട്ട് വരാൻ ഭയപ്പെടുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടപടികളും നമുക്ക് കൈക്കൊള്ളണം. അതിന് പൊതുജനങ്ങളായ നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാകണം. ഇതിൽ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പദ്ധതി പ്രഖ്യാപിക്കുകയും ആ പദ്ധതിയിൽ നിന്ന് 10 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 3 രൂപ ആ പാവപ്പെട്ടവർക്ക് വിധിച്ചു കൊടുക്കുകയും 7 രൂപ പോക്കറ്റിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സർക്കാർ ജീവന അധികാരികളുടെ നെറികേടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണം. അതിനെ നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഇതൊരു ജനകീയ സമരമാക്കി മാറ്റാൻ എല്ലാ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളോടും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് അയ്യങ്കാളി, ജയ് KPMS.